നമസ്കാരം സുഹൃത്തുക്കളെ, എന്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. 2025 ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ഫാക്ട്സിന്റെ ഡിസ്കഷൻ ആണ്. ക്ലാസ്സിലേക്ക് പോകാം. നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റ് ഒന്ന് ചെക്ക് ചെയ്തേക്കാം. ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ക്ലാസ് കണ്ടിട്ട് ഇതിന്റെ പരീക്ഷ നമ്മുടെ ടെലഗ്രാം ചാനൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അറ്റൻഡ് ചെയ്യാം കേട്ടോ. അപ്പൊ ടെലഗ്രാം ചാനൽ തീർച്ചയായിട്ടും ഒന്ന് ജോയിൻ ചെയ്തിരിക്കുക. പിന്നെ നമ്മുടെ ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം പേജും കൂടി ഒന്ന് ഫോളോ ചെയ്തേക്കണേ. അതിന്റെ ലിങ്കും ഫസ്റ്റ് കമന്റിലും കൊടുത്തേക്കാം, ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം. അപ്പൊ ക്ലാസ്സിലേക്ക് പോയാലോ. ആദ്യമായിട്ട് ഒരു പുരസ്കാരത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. 2023 ദേശീയ ചലച്ചിത്ര പുരസ്കാരമാണ് 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2023 പ്രഖ്യാപിച്ചത് 2025 അപ്പൊ ഈ പുരസ്കാരത്തിൽ മികച്ച ചിത്രം അല്ലെങ്കിൽ മികച്ച ഫീച്ചർ ഫിലിമിനുള്ള പുരസ്കാരം ലഭിച്ചത് 12th ഫെയിൽ എന്ന ചിത്രത്തിനാണ്. 12th ഫെയിൽ. ഈ ചിത്രത്തിന്റെ സംവിധാനം വിധു വിനോദ് ചോപ്ര സംവിധാനം ചെയ്ത 12th ഫെയിൽ എന്ന ചിത്രമാണ് മികച്ച ചിത്രം അല്ലെങ്കിൽ മികച്ച ഫീച്ചർ ഫിലിമിനുള്ള പുരസ്കാരം ലഭിച്ചത്. മികച്ച മലയാള ചിത്രം ഏതാണെന്ന് ചോദിച്ചാൽ ഉള്ളൊഴുക്ക് എന്ന ചിത്രമാണ്. ആരാണ് സംവിധാനം ചെയ്തത്? ക്രിസ്റ്റോ ടോമി സംവിധാനം ചെയ്ത ഉള്ളൊഴുക്ക് എന്ന ചിത്രത്തിനാണ് മികച്ച മലയാള ചിത്രത്തിനുള്ള പുരസ്കാരം ലഭിച്ചത്. മികച്ച നടനുള്ള പുരസ്കാരം 2 പേരാണ് പങ്കിട്ടത്. ആരൊക്കെ? ഷാറൂഖ് ഖാനും വിക്രം മാസിയും. അപ്പൊ ഷാറൂഖ് ഖാനും വിക്രം മാസിയുമാണ് മികച്ച നടനുള്ള പുരസ്കാരം പങ്കിട്ടത് എന്ന് ഓർക്കുക. മികച്ച നടിക്കുള്ള പുരസ്കാരം റാണി മുഖർജിക്കാണ് ലഭിച്ചത്. മികച്ച നടിക്കുള്ള പുരസ്കാരം ആർക്കാണ് ലഭിച്ചത്? റാണി മുഖർജി. മികച്ച സഹനടി 2 പേരാണ് ഈ പുരസ്കാരം പങ്കിട്ടത്. മലയാളത്തിന്റെ അഭിമാനം ഉർവശിക്ക് മികച്ച സഹനടിക്കുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചു. കൂടാതെ ജാനകി അല്ലെങ്കിൽ ജാങ്കി ബോഡിവാലയാണ് മികച്ച സഹനടിക്കുള്ള പുരസ്കാരം ഉർവശിയുമായിട്ട് പങ്കിട്ടത്. മികച്ച സഹനടൻ അതും മലയാളത്തിൽ നിന്ന് തന്നെ ആർക്ക് ലഭിച്ചു? വിജയരാഘവൻ. പൂക്കാലം എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ്. അപ്പൊ പൂക്കാലം എന്ന ചിത്രത്തിന്റെ അഭിനയത്തിന് വിജയരാഘവന് മികച്ച സഹനടനുള്ള പുരസ്കാരം, ഉർവശിക്ക് ഉള്ളൊഴുക്ക് എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് ലഭിച്ചത് കേട്ടോ. വിജയരാഘവന് മാത്രമല്ല, മുത്തുപേട്ടെ സോമു ഭാസ്കർ ഇവർക്ക് 2 പേർക്കുമാണ് മികച്ച സഹനടനുള്ള പുരസ്കാരം ലഭിച്ചത്. അപ്പൊ ഇത്രയും ഫാക്ട്സ് നിങ്ങൾ ഓർത്തിരിക്കണേ. 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2023. മികച്ച ചിത്രം 12th ഫെയിൽ, സംവിധാനം വിനോദ് ചോപ്ര. മലയാള ചിത്രം ഉള്ളൊഴുക്ക്, സംവിധാനം ക്രിസ്റ്റോ ടോമി. മികച്ച നടൻ 2 പേർ, ഷാറൂഖ് ഖാനും വിക്രം മാസിയും. മികച്ച നടി ഒരാൾ, റാണി മുഖർജി. മികച്ച സഹനടി 2 പേർ, ഉർവശി ജാങ്കി ബോഡിവാല. സഹനടൻ വിജയരാഘവൻ, സോമു ഭാസ്കർ. മുത്തുപേട്ടെ സോമു ഭാസ്കർ. ക്ലിയർ അല്ലേ? അടുത്തത് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനെ കുറിച്ചാണ്. ജഗദീപ് ധൻകർ രാജിവെച്ചതിനെ തുടർന്ന് 2025 സെപ്റ്റംബർ 9 ഇന്ത്യയിൽ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നടന്നത്. അപ്പൊ ഇന്ത്യയുടെ 15ാമത് ഉപരാഷ്ട്രപതിയായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആര്? CP രാധാകൃഷ്ണനാണ് ഇന്ത്യയുടെ 15ാമത് വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇദ്ദേഹം തമിഴ്നാട് സ്വദേശിയാണ്. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഓപ്പോസിറ്റ് നിന്ന ആൾ ആരായിരുന്നു? അല്ലെങ്കിൽ പ്രതിപക്ഷം നിർത്തിയ ആൾ ആരായിരുന്നു? മുൻ സുപ്രീം കോടതി ജഡ്ജിയായിരുന്ന ജസ്റ്റിസ് ബി സുദർശൻ റെഡ്ഡിയെയാണ് ഇദ്ദേഹം പരാജയപ്പെടുത്തിയത്. ഇപ്പൊ 2025 സെപ്റ്റംബർ 9 തെരഞ്ഞെടുപ്പ്. ഇന്ത്യയുടെ 15ാമത് ഉപരാഷ്ട്രപതിയായി തെരഞ്ഞെടുക്കപ്പെട്ടത് CP രാധാകൃഷ്ണനാണെന്ന് ഓർക്കുക. ക്ലിയർ? അടുത്തത്, ഇന്ത്യയിലെ ആദ്യത്തെ AI അങ്കണവാടി നിലവിൽ വന്നത് ഏത് സംസ്ഥാനത്താണ്? മഹാരാഷ്ട്ര. ഇന്ത്യയിലെ ആദ്യത്തെ AI അങ്കണവാടി നിലവിൽ വന്നത് എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ്. മഹാരാഷ്ട്ര. സുഭദ്ര യോജന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പദ്ധതിയാണ്. സ്ത്രീകൾക്ക് വേണ്ടിയുള്ള പദ്ധതിയാണ്. സ്ത്രീകൾക്ക് സാമ്പത്തിക സഹായം നൽകുന്നതിന് വേണ്ടിയുള്ള പദ്ധതിയായ സുഭദ്ര യോജന ആരംഭിച്ച സംസ്ഥാനം ഏത്? ഒഡീഷ. സുഭദ്ര ഒഡീഷ. എങ്ങനെ ഓർക്കാം? സുഭദ്ര OD എന്ന് ഓർത്താ പോരെ. അപ്പൊ സുഭദ്ര
ഓഡി ഒഡീഷ. സുഭദ്ര യോജന ഒഡീഷയാണ് ആരംഭിച്ചത്. ഇത് 71ാമത് നെഹ്റു ട്രോഫി ബോട്ട് റേസിനെ കുറിച്ചാണ്. 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യ ചിഹ്നം വള്ളം തുഴഞ്ഞു നീങ്ങുന്ന കാക്കത്തമ്പുരാട്ടിയാണ് ഭാഗ്യചിഹ്നം. വള്ളം തുഴഞ്ഞു നീങ്ങുന്ന കാക്കത്തമ്പുരാട്ടി. അപ്പൊ 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയിൽ ജേതാക്കളായത് കൈനകരി വില്ലേജ് ബോട്ട് ക്ലബ് തുഴഞ്ഞ വിയപുരം ചുണ്ടൻ. വിയപുരം ചുണ്ടൻ. കൈനകരി വില്ലേജ് ബോട്ട് ക്ലബ്ബ് തുഴഞ്ഞ വിയപുരം ചുണ്ടനാണ് ജേതാക്കളായത് 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളി 2025. കേരള ക്രിക്കറ്റ് ലീഗ് KCL കേരള ക്രിക്കറ്റ് ലീഗിന്റെ ഭാഗ്യ ചിഹ്നങ്ങൾ ഏതൊക്കെ? വീരു എന്ന ആനയും ചാരു എന്ന വേഴാമ്പലും. വീരു എന്ന ആനയും ചാരു എന്ന വേഴാമ്പലുമാണ് KCL കേരള ക്രിക്കറ്റ് ലീഗിന്റെ ഭാഗ്യ ചിഹ്നങ്ങൾ. ഓർക്കുക. ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ കോച്ചായി നിയമിതനായത് ആര്? ഖാലിദ് ജമീൽ. ഖാലിദ് ജമീൽ. ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ കോച്ചായി നിയമിതനായത് ആരാണ്? ഖാലിദ് ജമീൽ. അടുത്ത ഫാക്ട്, രാജ്യത്താദ്യമായി സ്വന്തം വിദ്യാഭ്യാസ നയം നടപ്പിലാക്കുന്ന സംസ്ഥാനം ഏത്? രാജ്യത്താദ്യമായി സ്വന്തം വിദ്യാഭ്യാസ നയം നടപ്പിലാക്കുന്ന സംസ്ഥാനമാണ് തമിഴ്നാട്. തമിഴ്നാട്. അടുത്ത ഫാക്റ്റും ഇമ്പോർട്ടന്റ് ആണ്. സ്വതന്ത്ര ഇന്ത്യയിൽ കേന്ദ്രത്തിൽ ഏറ്റവും കൂടുതൽ കാലം ആഭ്യന്തര മന്ത്രിയായ വ്യക്തി ആരാണ്? കേന്ദ്രത്തിൽ ഏറ്റവും കൂടുതൽ കാലം ആഭ്യന്തര മന്ത്രിയായ വ്യക്തി സ്വതന്ത്ര ഇന്ത്യയിൽ അമിത്ഷായാണ്. അമിത്ഷാ. ഓക്കെ. ഡയമണ്ട് ലീഗ് പോൾ വാൾട്ടിൽ തുടർച്ചയായി 5ാം തവണയും ജേതാവായത് അർമാൻഡ് ഡ്യൂപ്ലാന്റിസ്. ഞാൻ പറഞ്ഞു അർമാൻഡ് ഡ്യൂപ്ലാന്റിസിന്റെ കായിക ഇനം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പോൾ വാൾട്ട് ആണ്. പോൾ വാൾട്ട്. അർമാൻഡ് ഡ്യൂപ്ലാന്റിസ്. അപ്പൊ ഡയമണ്ട് ലീഗ് പോൾ വാൾട്ടിൽ ജേതാവായത് ആരാണ്? അർമാൻഡ് ഡ്യൂപ്ലാന്റിസ് ആണ്. IADT ഇന്റഗ്രേറ്റഡ് എയർ ഡ്രോപ്പ് ടെസ്റ്റ്. ഇന്റഗ്രേറ്റഡ് എയർ ഡ്രോപ്പ് ടെസ്റ്റ്. ഇന്റഗ്രേറ്റഡ് എയർ ഡ്രോപ്പ് ടെസ്റ്റ് 01. ഇത് എന്താന്ന് ചോദിച്ചാൽ ഇതൊരു പരീക്ഷണമാണ്. അതായത് ഗഗൻയാൻ സഞ്ചാരികളെ തിരിച്ച് സേഫായിട്ട് ഭൂമിയിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് നടത്തിയ ഒരു പരീക്ഷണമാണ് ഇന്റഗ്രേറ്റഡ് എയർ ഡ്രോപ്പ് ടെസ്റ്റ്. ഇത് വിജയകരമായി ഈ ഒരു പരീക്ഷണം പരീക്ഷിച്ച് നോക്കിയാണ്. അവർ കറക്റ്റ് ആയിട്ട് എങ്ങനെ ഭൂമിയിൽ എത്തിക്കാം എന്ന് പരീക്ഷിച്ച് നോക്കിയതാണ്. ഈ ഒരു പരീക്ഷണം വിജയകരമായി എന്ന് ഓർക്കുക. മണിക വിശ്വകർമ്മ മിസ് ഇന്ത്യ യൂണിവേഴ്സ്. മിസ് ഇന്ത്യ യൂണിവേഴ്സ് 2025 ആരാണ്? മണിക വിശ്വകർമ്മ. മണിക വിശ്വകർമ്മ. ക്ലിയർ അല്ലേ? അപ്പൊ പറഞ്ഞ ഫാക്ട്സ് ഇത്രയാണ്. ആദ്യം ദേശീയ ചലച്ചിത്ര പുരസ്കാരമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതിൽ മികച്ച ചിത്രം, മികച്ച മലയാള ചിത്രം, മികച്ച നടൻ, നടി, സഹനടൻ, സഹനടി, ഇത്രയും കാര്യം ഓർക്കുക. പിന്നെ ഇപ്പോഴത്തെ വൈസ് പ്രസിഡന്റിന്റെ പേര് ഓർക്കുക. CP രാധാകൃഷ്ണൻ. ഇദ്ദേഹം തമിഴ്നാട്ടുകാരനാണ്. AI അങ്കണവാടി മഹാരാഷ്ട്രയിലാണ് നിലവിൽ വന്നത്. സുഭദ്ര യോജന. സുഭദ്ര OD എന്ന് ഓർത്താൽ മതി. ഒഡീഷ. 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളി ഭാഗ്യചിഹ്നം വള്ളം തുഴഞ്ഞു നീങ്ങുന്ന കാക്കത്തമ്പുരാട്ടി. കൈനകരി വില്ലേജ് ബോട്ട് ക്ലബ്ബ് തുഴഞ്ഞ വിയപുരം ചുണ്ടനാണ് ജേതാക്കളായത്. KCLന്റെ ഭാഗ്യചിഹ്നം വീരുവും ചാരുവും. വീരു ആന, ചാരു വേഴാമ്പൽ. ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ കോച്ച് ഖാലിദ് ജമീൽ. സ്വന്തമായി വിദ്യാഭ്യാസ നയം, രാജ്യത്ത് ആദ്യമായിട്ടാണ് സ്വന്തമായി വിദ്യാഭ്യാസ നയം നടപ്പിലാക്കുന്നത് തമിഴ്നാടാണ്. സ്വതന്ത്ര ഇന്ത്യയിൽ കേന്ദ്രത്തിൽ ഏറ്റവും കൂടുതൽ കാലം ആഭ്യന്തര മന്ത്രിയായിരുന്നത് ആരാണ്? അമിത്ഷാ. ഡയമണ്ട് ലീഗ് പോൾ വാൾട്ടിൽ ജേതാവായത് അർമാൻഡ് ഡ്യൂപ്ലാന്റിസ്. ഇത് ഞാൻ പറയാനുള്ള കാരണം അർമാൻഡ് ഡ്യൂപ്ലാന്റിസിന്റെ കായിക ഇനം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. IADT ഇന്റഗ്രേറ്റഡ് എയർ ഡ്രോപ്പ് ടെസ്റ്റ്. അതായത് ഈ ഗഗൻയാൻ യാത്രികരെ സേഫ് ആയിട്ട് ഭൂമിയിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് നടത്തിയൊരു പരീക്ഷണമാണ്. അത് വിജയകരമായി മണിക വിശ്വകർമ്മ മിസ് ഇന്ത്യ യൂണിവേഴ്സ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. ഓക്കെ. അപ്പൊ പറഞ്ഞ ഇത്രയും പോയിന്റ്സ് ക്ലിയർ അല്ലേ? ഇതിന്റെ പരീക്ഷ നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ടെലഗ്രാം ചാനൽ ഉണ്ടായിരിക്കും. മസ്റ്റ് ആയിട്ട് കയറി ജോയിൻ ചെയ്തോണേ ടെലഗ്രാം ചാനലിൽ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തിട്ട് പോകും. നമ്മുടെ എല്ലാ ക്ലാസ്സുകളും പരമാവധി നിങ്ങൾ പ്രയോജനപ്പെടുത്തിക്കൊള്ളാം. ഓക്കെ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.